മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. മോഡ്സ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നാ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ചെറിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതണം? 3 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, രണ്ടാമത്തെ കൺവെക്ഷൻ, 3 റേഡിയേഷൻ. ഇത്ര എഴുതിയാൽ മതി. ഇനി അപ്പോൾ ആ ക്വസ്റ്റ്യനോട് വെച്ച് നമുക്ക് നിർത്താം. ഇനി കണ്ടക്ഷൻ എന്താണെന്നുള്ളത് വേറെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് കണ്ടക്ഷൻ? വാട്ട് ഈസ് കണ്ടക്ഷൻ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റാണ്. 3ഉം എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റാണ്. ഫ്രം വൺ പാർട്ട് ഓഫ് എ സബ്സ്റ്റൻസ് ടു അനദർ പാർട്ട് ഓഫ് ദി സെയിം സബ്സ്റ്റൻസ് ഓർ ഫ്രം വൺ സബ്സ്റ്റൻസ് ടു അനദർ ഇൻ ഫിസിക്കൽ കോണ്ടാക്ട്. എ എന്നുള്ള സബ്സ്റ്റൻസിൽ നിന്ന് ബി എന്നുള്ള ഇതിലേക്ക് എ ടു ബി ഹീറ്റ് പോകുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് മോഡ്സ്. അത് 2 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആവാം വേണമെങ്കിൽ. സബ്സ്റ്റൻസ് എയും ബിയും സെപ്പറേറ്റ് ഒബ്ജക്ട്സ് ആവാം, സബ്സ്റ്റൻസ് ആവാം. ഇനി തമ്മിൽ 2 ഡിഫറെൻറ്റ് ഒബ്ജക്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് ഹീറ്റ് പോകണമെങ്കിൽ ഇത് തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടക്ഷൻ നടക്കുള്ളൂ. തമ്മിൽ അകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ഷൻ നടക്കില്ല. തമ്മിൽ കോണ്ടാക്റ്റ് വേണം. അപ്പോൾ തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് വേണം എയും ബിയും തമ്മിൽ. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ബൈ ഫിസിക്കൽ കോണ്ടാക്റ്റ്. ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉള്ളത് ഒരു തമ്മിൽ മാത്രമേ കണ്ടക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ അതൊരു പോയിന്റ്. ഇനി മോളിക്യൂൾസ്. ഇതിൻ്റെ മോളിക്യൂൾസ് കാര്യമായി നീങ്ങില്ല. അപ്പോൾ മോളിക്യൂൾസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മലയാളത്തിൽ പറയുമ്പോൾ മോളിക്യൂൾസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇത്തിരി ഒബ്ജക്റ്റീവായിട്ട് പറയാം മലയാളത്തിൽ. അതായത് മോളിക്യൂൾസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കുറവാണോ കൂടുതലാണോ? ഡിസ്പ്ലേസ്മെൻറ്റ് ചെറുത്, വളരെ കുറവ്. അപ്പോൾ എന്താ പറയുക? നോട്ട് അപ്രീഷ്യബിൾ ആണെന്നുള്ള കറക്റ്റ് വാക്ക്. അല്ലെങ്കിൽ ചെറിയ വാക്കായിട്ട് പറയണമെങ്കിൽ വെരി ലെസ്. അതായത് അപ്പോൾ കുറവാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നോട്ട് അപ്രീഷ്യബിൾ. ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്തായാലും വേണം, എന്നാലേ ഹീറ്റ് ഫ്ലോ നടക്കുള്ളൂ. അപ്പോൾ എല്ലാത്തിലും കോമൺ ആണ്. ഇനി ഇതിൻ്റെ കാരണം എങ്ങനെയാണ്? അപ്പോൾ ഹീറ്റ് എയിൽ നിന്ന് ബിയിലേക്ക് എങ്ങനെ പോകുന്നത്? ഇതിൻ്റെ കാരണം എങ്ങനെയാണ്? ബൈ ലാറ്റിസ് വൈബ്രേഷൻ. രണ്ടാമത്തെ ഒരു കാരണം കൂടി ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് എനർജിയും കൊണ്ട് ചാടി ചാടി പോവും. ഫ്രീ ഇലക്ട്രോൺ അതിൻ്റെ മൂവ്മെൻറ്റ്. ഇത്രയാണ് കണ്ടക്ഷനെ പറ്റി പറയാനുള്ള പോയിൻ്റ്. അപ്പോൾ ഇത് മെയിൻലി നടക്കുന്നത് സോളിഡ്സിലാണ് മെയിൻലി. അപ്പോൾ ലിക്വിഡിൽ പറ്റില്ല വെച്ചാൽ ലിക്വിഡിലും പറ്റും. ലിക്വിഡിൽ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്ന മോളിക്യൂൾസ് തമ്മിൽ അനങ്ങാതെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് കണ്ടക്ഷൻ വഴിയാണ്. ലിക്വിഡ്സ് ആകുമ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതാണ് അടുത്ത പറയുന്നത്, കൺവെക്ഷൻ. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ പറയേണ്ടത്, നെക്സ്റ്റ് മോഡ് എന്താണ്? കൺവെക്ഷൻ. അപ്പോൾ കൺവെക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് കൺവെക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ വൺ പോർഷൻ ബൈ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ആണ്. അതായത് മെയിൻലി നടക്കുന്നത് ഫ്ലൂയിഡിലാണ്. അപ്പോൾ അതായത് മെയിൻലി ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡും ഗ്യാസും പെടും. ലിക്വിഡും ഗ്യാസും ആണ് ഫ്ലൂയിഡ്. ഫ്ലൂയിഡിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറാണ് കൺവെക്ഷൻ. നമുക്ക് വേണമെങ്കിൽ പറയാം മിക്സിങ് ഓഫ് വൺ പോർഷൻ ഓഫ് ഫ്ലൂയിഡ് വിത്ത് അനദർ. അപ്പോൾ അത് കൺവെക്ഷൻ മെയിൻലി നടക്കുന്നതിൻ്റെ മെക്കാനിസം പറയുകയാണെങ്കിൽ
മെയിൻലി അതിൻ്റെ മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോൾ ആ പാർട്ടിക്കിൾസ് എന്താവും, റൈസ് ചെയ്യും. അപ്പോൾ അത് ക്യാരി ചെയ്ത ഹീറ്റ്, അപ്പോൾ അത് ഹീറ്റായിട്ട് ആ പാർട്ടിക്കിൾ മുകളിലേക്ക് എത്തണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ കുറച്ച് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക, 1 2 3 എന്നുള്ള മോളിക്യൂൾസ്, ഇവിടെ 4 5 6 അങ്ങനെ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ ഈ 1 എന്നുള്ള മോളിക്യൂള് എന്താവും, അതിന് ഡെൻസിറ്റി കുറഞ്ഞിട്ട് അത് ഇത്തിരി വോളിയം കൂടും, എക്സ്പാൻഡ് ആവും. അങ്ങനെയാണ് ഡെൻസിറ്റി കുറയാന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ വോളിയം കൂടും, വലുതാവും. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. സെയിം മാസ് ഡിഫറെൻറ്റ് വോളിയം അല്ലേ, വോളിയം കൂടുതലാണ്. അപ്പോൾ ഈ കാണുന്ന 1 എന്നുള്ളത് വലിപ്പം കൂടും. വലിപ്പം കൂടിയിട്ട് വലിപ്പം കൂടുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞു. അപ്പോൾ ഇതെന്തുണ്ടാവും, ഇത് പൊള്ളി റൈസ് ആവും. അങ്ങനെ ഈ കാണുന്ന ഫിഗർ നമുക്ക് ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ കുറച്ച് ആ മോളിക്യൂൾ എന്തായി, ഇവിടെ നിന്നും ആ മോളിക്യൂള് ഇവിടേക്ക് എത്തി, മുകളിലേക്ക് എത്തി. ഈ കാണുന്ന 1 എന്ന് പറയുന്ന മോളിക്യൂള് പകരം ഈ 4 എന്നുള്ള മോളിക്യൂള് ചിലപ്പോൾ അതവിടെ സ്ഥലമുള്ളതുകൊണ്ട് ആ 4 അടിയിലേക്ക് വരാൻ പറ്റും. 4 അടിയിലേക്ക് വന്നു. അങ്ങനെ സംഭവിക്കുന്നതാണ് കൺവെക്ഷൻ. ഇതിന് 2 തരമുണ്ട്. നാച്ചുറൽ കൺവെക്ഷനും ഉണ്ട്. ഈ പറഞ്ഞത് നാച്ചുറൽ കൺവെക്ഷനാണ്. ഈ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഉണ്ട്. ഫോഴ്സ് വെച്ചാൽ നമ്മളൊരു എക്സ്റ്റേണൽ മീൻസ് വഴി ഇതിനൊന്ന് കലക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മോളിക്യൂൾസിനെ നമ്മൾ എക്സ്റ്റേണൽ ഏജൻറ്റ് വഴി മൂവ് ചെയ്യിക്കുക. ഫാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനുള്ളിലൊരു വീൽ വെച്ച് കറക്കിയിട്ടോ പാഡിൽ വീൽ വെച്ചിട്ടോ ഇളക്കുക. അപ്പോൾ ഉണ്ടാകുന്നതാണ് ഫോഴ്സ്ഡ്. അപ്പോൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ പറഞ്ഞത് എന്താണ്? മിക്സിംഗ് ഓഫ് മോളിക്യൂൾസ്. നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ മിക്സിംഗ് ഓഫ് മോളിക്യൂൾസ് ഹാപ്പൻ ഓൺലി ഡ്യൂ ടു ടെമ്പറേച്ചർ ഡെൻസിറ്റി വേരിയേഷൻ. ഇറ്റ് ഈസ് കോൾഡ് ഫ്രീ കൺവെക്ഷൻ. ഫോഴ്സ്ഡ് ആണെങ്കിൽ എന്താണ് പറഞ്ഞത്? മിക്സിംഗ് അപ്പ് ഓഫ് മോളിക്യൂൾസ് ഹാപ്പൻസ് നോട്ട് ഓൺലി ഡ്യൂ ടു ഡെൻസിറ്റി വേരിയേഷൻ ബട്ട് ആൾസോ ഡ്യൂ ടു എനി അതർ എക്സ്റ്റേണൽ മീൻസ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് റേഡിയേഷനാണ്. നെക്സ്റ്റ്, അപ്പോൾ 2 ഒബ്ജക്ട്സ് തമ്മിൽ എയും ബിയും തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല. ഒരു മെറ്റീരിയൽ തന്നെ ഡിഫറെൻറ്റ് പാർട്സും അല്ല. കൺവെക്ഷനിലാണെങ്കിൽ ഒരു മെറ്റീരിയൽ തന്നെ 2 ഡിഫറെൻറ്റ് പാർട്സ് തമ്മിലാണ് കൺവെക്ഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്ത് പോയിട്ട് വേറെ സ്ഥലത്തേക്ക് എത്തിയിട്ടാണ് ഉള്ളതാണ് കൺവെക്ഷൻ. തീരെ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടക്ഷൻ. ഇനി എയും ബിയും തമ്മിൽ മൂവ് ചെയ്ത് പോകാനുള്ള ഇടയിൽ മീഡിയം ഒന്നുമില്ല. ഇതിനിടയിൽ ഇവിടുത്തെ ഹീറ്റ്, ഇവിടുത്തെ പാർട്ടിക്കിള്, ഇതിൻ്റെ പാർട്ടിക്കിൾ, ഇവിടെയുള്ള പാർട്ടിക്കിളിന് ഇങ്ങോട്ട് എയിന്ന് ബിയിലേക്ക് എത്താനായിട്ട് ഡെൻസിറ്റി വേരിയേഷൻ കാരണം മുകളിലേക്ക് പൊന്തി പോകുന്നതല്ല, അത് കൺവെക്ഷനാണ്. ഇവിടുത്തെ പാർട്ടിക്കിൾ ഇങ്ങോട്ട് നീങ്ങി വരുന്നില്ല, അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ല. പക്ഷേ ഇവിടെയുള്ള ഈ എനർജി, ഹീറ്റ് ഇവിടേക്ക് എത്തുകയും വേണം. അപ്പോൾ അത് നടക്കും. അങ്ങനെ ഒരു പോസിബിലിറ്റി ഓപ്ഷൻ കൂടി ഉണ്ട്. അതിന് പറയുന്ന പേരാണ് റേഡിയേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് എനർജി ഇതിലേക്ക് വന്ന് എത്തും. അപ്പോൾ ഇതിന് ടെമ്പറേച്ചർ T1 ഹൈയും T2 ലോ ആണെങ്കിലാണ് ഹയർ. 2 സ്ഥലത്തേക്ക് നടക്കുക. ആക്ച്വലി ഇൻ എഫക്റ്റ് പറയുമ്പോൾ ഇങ്ങനെ പറയാം എന്നുള്ളൂ. പക്ഷേ ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് T1 എയിന്ന് ബിയിലേക്കും ഉണ്ട് എന്ത് ഹീറ്റ് പോകുന്നുണ്ട്, ബിയിൽ നിന്ന് എയിലേക്കും എനർജി ചെല്ലുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുന്നുണ്ട്. അതിൻ്റെ അളവ് നോക്കി കഴിഞ്ഞിട്ടാണ് നെറ്റ് എഫക്റ്റ് പറയുന്നത്. അപ്പോൾ എയിന്ന് ബിയിലേക്ക് ഒരു 100 ജൂള് ഹീറ്റ് കടന്ന് അങ്ങോട്ട് പോയി, ബിന്ന് എയിലേക്ക് ഒരു 30 ജൂള് ഇങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോൾ ഈ നെറ്റ് എഫക്റ്റ് എന്താണ്? നെറ്റ് എഫക്റ്റ് എയിന്ന് ബിയിലേക്ക് എന്താണ്, ഒരു 70 ജൂള് പോയതിൻ്റെ എഫക്റ്റാണ്. അപ്പോൾ നമുക്ക് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് മാത്രം എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ ആക്ച്വലി റേഡിയേഷനിൽ എല്ലാ ടെമ്പറേച്ചറിൽ നിന്നും ഹീറ്റ് പുറത്തോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ സ്പേസ് ഓർ മാറ്റർ ബൈ മീൻസ് അതർ ദാൻ കണ്ടക്ഷൻ ഓർ കൺവെക്ഷൻ. അങ്ങനെ വേണമെങ്കിൽ പറയാം. കണ്ടക്ഷൻ കൺവെക്ഷൻ അല്ലാത്തൊരു രീതിയാണ് റേഡിയേഷൻ എന്നുള്ളൊരു പോയിന്റ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ എല്ലാവരും ഹീറ്റ് എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്യും. എനർജി എന്ന് പറയുമ്പോൾ ഹീറ്റ്.
ഹീറ്റ് ഫോമിലുള്ള എനർജി, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി, ഇതിൻ്റെ വേവ് ലെങ്ത്ത് അഥവാ ഫ്രീക്വൻസി ഒരു റേഞ്ചിലായിരിക്കും. ആ റേഞ്ചിലുള്ളതിനാണ് നമ്മൾ ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത്. കൂടുതൽ വരുന്ന അതിന് ഫ്രീക്വൻസി അനുസരിച്ച് ലൈറ്റ് കാണാൻ പറ്റും നമുക്കത്. ലൈറ്റ് വേവ്സ് കൂടുതൽ ഫ്രീക്വൻസി കൂടി അൾട്രാ വയലറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് പല എഫക്റ്റുകളും വേറെ എഫക്റ്റ് വരുത്താൻ പറ്റും. പിന്നെ വീണ്ടും കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ആറ്റത്തിനെ ഡാമേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ റേഞ്ച് കൂടുന്നതനുസരിച്ച് ഗാമ റേസ് എന്നൊക്കെ പറഞ്ഞ് മുകളിലേക്ക് പോകാം പല ഫ്രീക്വൻസി അനുസരിച്ച്. അപ്പോൾ ഇത് ഫ്രീക്വൻസി കുറഞ്ഞ ഒരു റീജിയനിൽ വരുന്നതാണ്. അപ്പോൾ ഇതിന് ഇൻഫ്രാറെഡ് എന്നാണ് പൊതുവെ പറയുക. ഇൻഫ്രാറെഡ് റെഡിൻ്റെ താഴെയുള്ളൊരു ഭാഗമാണ്. റെഡ് എന്നുള്ളത് കാണാൻ പറ്റുന്ന ഒരു വേവ് ലെങ്ത്താണ്. അതിനുള്ള താഴെ വേവ് ലെങ്ത് അല്ല, സോറി, ഫ്രീക്വൻസി റെഡിനേക്കാളും ഫ്രീക്വൻസി കുറഞ്ഞ ഒരു ഇതിനാണ് ഇൻഫ്രാറെഡ് എന്ന് പറയുക. അത് ഹീറ്റാണ്, അത് ചൂടെടുക്കും. അത് കൊണ്ടു കഴിഞ്ഞാൽ ഹീറ്റിംഗ് എഫക്റ്റാണ്, കാണാൻ പറ്റില്ല നമുക്ക് അതിനെ. അപ്പോൾ അത്രയാണ് നമുക്ക് കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ പോയിൻറ്റ്സ് എഴുതേണ്ടത് ഇതിനനുസരിച്ചിട്ടാണ് എഴുതേണ്ടത്. താങ്ക് യു.